ദിവസം ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് വളരെ ദുഃഖത്തോടെയാണ്. എൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം, താമരശ്ശേരിക്ക് തൊട്ടടുത്ത് അടിവാരത്തുള്ള പ്രദേശത്ത് ഒരു ഉമ്മയെ സ്വന്തം മകൻ കുത്തിക്കൊല്ലുകയാണ്. അത് കുത്തിക്കൊന്നു എന്ന് മാത്രമല്ല, ആ മകൻ അതിൽ അഭിമാനിക്കുകയാണ്. എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എന്നുള്ളത്. ഒരു മകനും ലോകത്ത് ഒരു അമ്മയെ നോക്കിയും പറയാൻ പാടില്ലാത്തൊരു വാക്ക്, പറയാൻ സാധ്യതയില്ലാത്തൊരു വാക്ക് ആ പയ്യനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ ബോധമനസ്സാണോ? അല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവൻ അമ്മയൊക്കെ ശരിക്കും സ്നേഹിച്ച് ലാളിച്ച് അമ്മയെ പരിപാലിച്ചൊരു കുട്ടിയായിരിക്കാം. ഇവനെ ഇതിന് പ്രേരിപ്പിച്ചത് അവൻ്റെ ലഹരിക്ക് അവൻ അടിമപ്പെട്ടത് കൊണ്ടാണ്. ലഹരിക്ക് അടിമപ്പെടുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സ്ട്രക്ചർ പോലും മാറ്റങ്ങൾ വരും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരും. ഒരു മനോരോഗിയായി നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാറുന്നുണ്ടാവും. അത്ര വലിയ പരിവർത്തനം ഈ ഡ്രഗ്സ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. മദ്യത്തിന് അവനോട് പെട്ടിട്ടുണ്ടാവാം, സിന്തറ്റിക് ആയിട്ടുള്ള MDMA, മെത്ത് തുടങ്ങിയ ലഹരി വസ്തുക്കൾക്കെല്ലാം അവൻ അടിമപ്പെട്ടിട്ടുണ്ടാവാം. അവൻ്റെ അമ്മ ഇതിൽ നിന്നെല്ലാം മോചിതനാവാൻ വേണ്ടി 3-4 പ്രാവശ്യം അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെയൊക്കെ ഫോൺ ചെയ്ത് പറയും, ഞങ്ങൾക്ക് അവനെ ഒന്ന് തിരിച്ച് കിട്ടണം, അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവസാനം അങ്ങനത്തെ കുട്ടികളെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരുപാട് ലഹരിക്കടിമപ്പെട്ട കുട്ടികൾ ഇങ്ങനൊരു കുട്ടിയില്ല എന്ന് ആറ്റുനോറ്റ് വളർത്തിയ രക്ഷിതാക്കൾക്ക് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ലഹരി എന്ന് പറയുന്നത്. ഇതിനൊരു നിമിഷ നേരത്തെ ഒരു തീരുമാനം ഒരു ഫ്രണ്ടായിരിക്കും പറയാം, എടാ ഒന്ന് രുചിച്ച് നോക്ക്, അല്ലെങ്കിൽ ഇതൊന്ന് ആസ്വദിച്ച് നോക്ക്, നിനക്ക് മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പം ഒരു ആഘോഷവേളകളൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഒരു ആസ്വാദനം വന്നു കഴിയുമ്പം പിന്നെ ഈ ഡ്രഗിൻ്റെ രുചിയല്ല അവരെ സ്വാധീനിക്കുന്നത്. ഡ്രഗ്സ് മിക്കവാറും കയ്പുള്ള സംഭവങ്ങളാണ്, ദുർഗന്ധമുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ആ ഒരു യൂഫോറിയ, ഒരു വല്ലാത്തൊരു സൈക്കോ സ്റ്റിമുലൻ്റ് സ്റ്റേറ്റ്, ഇത് പിന്നെയും ഇവരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവസാനം ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും, ആദ്യം ഈ വ്യക്തി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രഗ്സ് ഈ വ്യക്തിയെ ഭരിക്കുന്ന സാഹചര്യം വരും. ഈ ഒരു പയ്യൻ സ്വന്തം അമ്മയെ കുത്തിക്കൊല്ലാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ ടോട്ടാലിറ്റി അവൻ ഡ്രഗായി മാറി എന്നുള്ളതാണ്. ഒരു സിഗരറ്റ് വലിക്കുന്നവൻ ആദ്യം സിഗരറ്റ് വലിക്കും, പിന്നെ സിഗരറ്റ് ഇവനെ കീഴടക്കും. സിഗരറ്റിൻ്റെ സുഹൃത്ത്, അപ്പോൾ ഐഡൻറ്റിറ്റി മാറുകയാണ്. ഡ്രഗ് കൂടുതൽ അപയോഗിച്ച് കഴിയുമ്പോഴേക്ക് ഡ്രഗ് അവരുടെ ഐഡൻറ്റിറ്റിയായി മാറുമ്പം അവിടെ അമ്മയെയും അച്ഛനെയും സഹോദരിയെയും സഹോദരനെയും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. മൃഗങ്ങൾക്ക് പോലും മൃഗങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഒരു ആർട്ടിഫിഷ്യൽ കോൺഷ്യസ്നെസ് അവർ ക്രിയേറ്റ് ചെയ്യും. ഇതില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഒന്നുമല്ല. അവരുടെ ഗുണകാംക്ഷികളൊക്കെ ശത്രുക്കളാക്കി മാറ്റുന്ന പ്രസിഡന്റിലേക്ക് ലഹരി അവരുടെ ആ ഒരു മാനസികാവസ്ഥകളെ പരിവർത്തനം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ലഹരി ഒരു മനുഷ്യനും ഒരു സൊല്യൂഷനേ അല്ല. ഇത് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ മനോരോഗികളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയും സത്യമെന്ത്, റിയാലിറ്റി എന്തെന്ന്, സ്നേഹമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. പലപ്പോഴും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല, സാമൂഹികമായിട്ടുള്ള അപകടാവസ്ഥകളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല, അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അവർ ഇതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിനെ കുറിച്ചും അത് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ച് ഇതിലേക്ക് തന്നെ വഴി തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് കുട്ടികളെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ബോധവൽക്കരിപ്പിച്ച് കൊടുക്കാൻ ഓരോ രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് സമൂഹവും തയ്യാറാവേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള എവൻസ്, സ്വന്തം സ്നേഹബന്ധത്തെയും മറ്റും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജാഗ്രത പാലിക്കുക, നമ്മൾ ആക്ഷൻ എടുക്കുക. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത്,
നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് പാട്ട് പാടിയാൽ, ഒരു ക്രിയേറ്റിവിറ്റി വർക്കിലെത്തിയാൽ, ഒരു സ്പോർട്സ് ഇവൻറ്റിൽ പങ്കെടുത്താൽ ഒക്കെ നിങ്ങൾക്ക് ഇതേ സന്തോഷവും ഇതേ ആനന്ദവും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്കുള്ളപ്പം അൺഹെൽത്തി ആയതും നിങ്ങളെ മനോരോഗികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇത് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഈ ഒരു പയ്യൻ ചെയ്ത ഈ ദുഷ്പ്രവൃത്തി, ലഹരിയുടെ അടിമത്തത്തിൽ ലഹരി അവനെ വാന്നപ്പോൾ അവൻ ചെയ്ത ആ പ്രവൃത്തി എല്ലാവർക്കും ഒരു വലിയ മാതൃകയാവും. ഇതുപോലുള്ളത് ചെയ്യാതിരിക്കാൻ ഒരു മാതൃകയെ അവിടെ നിൽക്കട്ടെ. ബൈ.